എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീസ് കിച്ചണിലേക്ക് സ്വാഗതം. എന്നിട്ട് എല്ലാവർക്കും വിശേഷം, എല്ലാവരും സുഖമായിരിക്കുന്നു കരുതുന്നു. ഞാനും ഇവിടെ അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അച്ചാറാണ്. അച്ചാർ ഇപ്പോ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. വെജിറ്റേറിയൻ ആൾക്കാരെന്നിട്ട് ഒരു മോരും ഇച്ചിരി അച്ചാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം കുശാലായി. അപ്പോൾ ബീട്രൂട്ട് ഉണ്ടപ്പോൾ ഇന്ന് ഒരു അച്ചാർ ഉണ്ടാക്കുകയാണ് ഇന്നപ്പോഴത്തേക്ക്. ഇപ്പൊ ബീട്രൂട്ടൊക്കെ നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കാൻ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല. ചിലരിങ്ങനെ കേട്ടിട്ടുണ്ട്, ചിലർ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇതിന്റെ റെസിപ്പി പലർക്കും അറിയത്തില്ല. അപ്പൊ അറിയാത്തവർക്കായിട്ട് കാണിക്കുകയാണ്. ഒരു മാസക്കാലത്തോളം ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് യാതൊരു എന്താ പറയാ ഒന്നും തന്നെ ഒരു കുഴപ്പവും കൂടാതെ ഉപയോഗിക്കാൻ പറ്റും. വിനാഗിരിയും മറ്റൊക്കെ ചേർത്ത് ഉണ്ടാക്കും നമ്മളത്. അപ്പൊ ഒത്തിരി പറഞ്ഞു തീർപ്പിക്കുന്നില്ല. നിങ്ങൾ വീട്ടിൽ പരീക്ഷ നോക്കുക. പെട്ടെന്ന് എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ 2-3 ബീട്രൂട്ട് ഈ വലിപ്പം കൂടുതൽ വലിപ്പമുള്ളതൊക്കെ എടുത്ത് വെക്കുക. നമുക്കപ്പോൾ എന്തൊക്കെയാ വേണ്ടതെന്നുള്ള ഞാനിപ്പോൾ കാണിക്കാൻ പോവാ. പെട്ടെന്ന് തന്നെ എല്ലാം എടുത്ത് വെച്ചോളുക. അപ്പൊ നമുക്ക് എന്തൊക്കെയാ വേണ്ട എങ്ങനെ ചെയ്യണം നോക്കാം. ബീട്രൂട്ട് അച്ചാറിന് വേണ്ടി അപ്പൊ നമുക്ക് വേണ്ട സാധനം ആദ്യം 2 വലിയ ബീട്രൂട്ട് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നിങ്ങൾ അരിഞ്ഞെടുക്കുക. അപ്പോൾ ഒത്തിരി വലിയ കഷ്ണമായിട്ടും വേണ്ട, എന്നാൽ തിരി ചെറുതായിട്ടും വേണ്ട. ഏകദേശം ഈ പരുവത്തിനകത്ത് അരിഞ്ഞെടുത്താൽ മതി ബീട്രൂട്ട്. എന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേണ്ടത് പച്ചമുളക്. നമ്മളിവിടെ മുളക് പൊടിയും ചേർക്കുന്നില്ല അച്ചാറിന്. പച്ചമുളക് ഇപ്പോൾ 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാൻ നെടുകെ കയറി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പച്ചമുളകിൻ്റെ ഈ എരിവ് ഇതിനകത്ത് ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഇഞ്ചി അത് കണക്ക് തന്നെ ചെറിയ കഷ്ണമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നീളത്തിൽ അരിഞ്ഞതും, അതുപോലെ ഒരു 8 അല്ലി വെളുത്തുള്ളി. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം. വെളുത്തുള്ളിയുടെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ എന്നുണ്ടെങ്കിൽ നമുക്ക് താളിക്കാൻ വേണ്ടിയുള്ള കറിവേപ്പിലയെ അച്ചാറിന് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് കൂടുതൽ കിട്ടും. പിന്നെ എന്നുണ്ടെങ്കിൽ നല്ലെണ്ണയാണ് ഞാൻ അച്ചാറിനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. നല്ലെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ചീത്തയാകാതെ. പിന്നെ എന്നുണ്ടെങ്കിൽ കായപ്പൊടി, മഞ്ഞപ്പൊടിയെ, പിന്നെ താളിക്കാനുള്ള കടുക്, വറ്റൽമുളക്, അതുപോലെ തന്നെ വിനാഗിരി. ഇതിപ്പോഴത്തേക്ക് നമ്മുടെ നാച്ചുറൽ വിനാഗറല്ല, സിന്തറ്റിക്കാണ്. ഇതിലൊക്കെ അസറ്റിക് ആസിഡ് കണ്ടൻറ്റ് കൂടുതലാണ്. നല്ല വിനാഗിരി കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഇതേ ഉള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ അച്ചാർ ഇപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നോക്കാം. ഞാനിപ്പോൾ ഗ്യാസിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാനിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറിന് നല്ലെണ്ണയാണ്, കുറച്ച് കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. കൂടുതലാണെന്നും ടേസ്റ്റ് കൂടുതലുണ്ട്. പിന്നെ ചിലർക്ക് പിന്നെ അച്ചാറിൻ്റെ മേലെ എണ്ണയൊക്കെ പൊന്തി കിടന്നു കഴിഞ്ഞാൽ അത്ര ഒരു ഇഷ്ടം ഉണ്ടാവില്ല. എണ്ണ മാറ്റിയൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്കാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് ചേർത്തൊന്ന് വഴന്ന് വരാൻ പറ്റുന്ന പരുവത്തിന് വേണ്ട എണ്ണ മാത്രം നിങ്ങൾ ചേർക്കുക. ചൂടായതിനു ശേഷം മാത്രമേ കടുകിട്ട് പൊട്ടിക്കാവുള്ളൂ. കടുക് കരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വിനാഗിരിയൊക്കെ ഒഴിച്ച് വെക്കുന്നതാണ്. അച്ചാറൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു കരിഞ്ഞ ചൊവയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ എടുത്ത് കാട്ടും അത്. അപ്പോൾ അത് നിങ്ങളപ്പോഴത്തേക്കാണെന്നൊരു അത്യാവശ്യത്തിന് കടുക്, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം കടുകാണ് ചേർക്കുന്നത്. നമ്മുടെ ഒരു കൈയളവ് അത്ര തന്നെ. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ടേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ പച്ചമുളക് നമ്മളിവിടെ എരിവിന് ഉപയോഗിക്കണേ. കൂടുതലായിട്ട് വറ്റൽമുളക് ചേർത്ത് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകാതാണ് എടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിനാഗിരിയൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് ഇതിനകത്തുനിന്ന് അത്യാവശ്യം നല്ല എരിവൊക്കെ പുറത്തോട്ട് വരും. പിന്നെ വിനാഗിരി ഒഴിക്കുമ്പോഴത്തേക്ക് എത്ര എരിവ് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പുളിപ്പിനെ എരിവ് അറിയത്തില്ല. ഇപ്പോൾ നന്നായിട്ട് ഇതിപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ അതിന് ഒത്തിരി കരിയാനും നിൽക്കേണ്ട. അതുപോലെ തന്നെ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചപ്പ് മാറി ഒന്ന് വരുന്ന ഒരു പരുവം അത്രയും മതി. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ആ കറിവേപ്പിലൊന്നും ചേർത്ത ഒരു ഫ്ലേവറൊന്നും അറിയാൻ പറ്റത്തില്ലെന്ന്. അച്ചാറൊക്കെ നമുക്ക് തുറക്കുമ്പോഴേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇഞ്ചിയുടെ അത് കണക്ക് തന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലയുടെ ഒരു മണമൊക്കെ വിനാഗിരിയൊക്കെ ചേർന്ന് നല്ലൊരു മണമാണ് അത്. ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഒന്ന് കളറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ടൊക്കെ കാണുന്നുണ്ടല്ലോ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പിന്നെ ഉണ്ടല്ലോ ആ ഇഞ്ചിയൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്താൻ കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് ഇത് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിനകത്ത് ഇഞ്ചി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ കൂടുതൽ കിടന്ന് വഴന്ന് കഴിഞ്ഞാൽ ഒന്ന് ചുരുണ്ട് വരുന്നതല്ല കുഴപ്പമില്ല. പക്ഷേ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ, അത് എണ്ണയ്ക്കകത്ത് കിടന്ന് അതിനകം വെന്ത് പോകും. നമ്മുടെ മാവൊക്കെ കുഴഞ്ഞിരിക്കുന്നതൊക്കെ. അച്ചാറിനൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഒന്ന് കടിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പച്ചയ്ക്ക് വെളുത്തുള്ളി കടിച്ചാൽ എങ്ങനെ ഇരിക്കും, അത് കണക്കൊക്കെ ഒന്ന് ഇരിക്കണമെന്ന് ഈ വിനാഗിരിയൊക്കെ ചേർത്ത് ചെയ്യുമ്പോൾ. എന്നാലേ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളേ. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോഴാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു അധികം 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി വിട്ടതേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം ആ പരുവായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടേക്ക് ഉണ്ടല്ലോ നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ അത് ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഞാൻ ഇതിനകത്ത് ഉലുവാപ്പൊടി കാണിക്കാൻ വിട്ടുപോയായിരുന്നേ. ഉലുവാപ്പൊടി നമുക്ക് വേണം, നമുക്ക് അച്ചാറിനകത്താണെന്നുണ്ടെങ്കിൽ അച്ചാറിന് ടേസ്റ്റ് കൂട്ടും അത്. എങ്കിൽ മാത്രമേ നമുക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കൂടെ കൂടുതൽ നമുക്ക് ഇരിക്കാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബീട്രൂട്ടിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ നല്ല മധുരമാണ് ബീട്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് ആ ഒരു
ചെറുതായിട്ട് കയ്പും ഒക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലതാണ്. ഈ പച്ചമുളക് നമ്മൾ എടുത്തു വെച്ച് ഈ സമയത്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി കിടന്ന് വഴന്ന് വരണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാറായത് കാരണം തന്നെ ആണെന്നുണ്ട്. എന്നാൽ ഒന്നും ഒത്തിരി അങ്ങ് കിടന്നങ്ങ് എണ്ണയിൽ കിടന്നങ്ങ് വഴകാതിരിക്കാനും പാടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളകിൻ്റെ പച്ച ആ ഒരു ബോയിലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വിനാഗിരിയൊക്കെ ഒഴിച്ചാലും പെട്ടെന്ന് അച്ചാർ പൂത്തു പോകും. അപ്പോൾ അതിന് വേണ്ടിയാണ് പറഞ്ഞത്. അപ്പം നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒന്നിപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റ് ഒരു മാക്സിമം ഇപ്പോൾ ഒരു മിനിറ്റ് ഒക്കെ തന്നെ ധാരാളമാണ്. ഇപ്പോൾ ഏകദേശം പച്ചമുളകൊക്കെ നന്നായിട്ട് നമ്മുടെ വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒരു പരുവത്തിനകത്തോട്ടേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ തന്നെ ധാരാളമാണ്. മഞ്ഞൾപ്പൊടി ഒത്തിരി ചേർത്ത് കൊടുത്തുള്ളൊരു കുഴപ്പം എന്താണെന്നറിയാമോ? നമ്മുടെ ഈ ബീട്രൂട്ടിനാണെന്നുണ്ടെങ്കിൽ നല്ല രക്ത കളറല്ലേ ഇതിന്, നല്ല കളറാണ്. മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർത്ത് കൊടുത്താൽ കളർ പുറത്തോട്ട് ഇറങ്ങത്തില്ല. ഇതിനകത്തോട്ട് പിന്നെ അത്യാവശ്യം ഉലുവ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ടീസ്പൂണൊക്കെ ചേർക്കുന്നത്. ഒത്തിരി ഉലുവ കഴിഞ്ഞാൽ കയ്പുണ്ടാവും. അതാണ് ശ്രദ്ധിച്ചു കൊടുക്കുക. കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ടീസ്പൂൺ പരമാവധിയാണ്. പിന്നെ കായപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഒരു കാരണവശാലും പൊടി കരിഞ്ഞു പോരും. ഞാനിപ്പോൾ ഇവിടെ ഫ്ലെയിം ഇപ്പോൾ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചൂട് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ചട്ടി തണക്ക് നമ്മുടെ പാൻ ഇറക്കി വെക്കുക. ഇറക്കി വെച്ചതിന് ശേഷം മാത്രം പൊടി ചേർത്ത് കൊടുക്കുക. ഇത് കരിയാൻ പാടില്ല. മഞ്ഞപ്പൊടിയൊക്കെ കരിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, നമ്മൾ അന്നേരം അച്ചാറൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് നല്ല കയ്പ്പ് തോന്നും. നമുക്ക് ഓൾറെഡി ഇപ്പോൾ നമ്മളിവിടെ ഉലുവ ചേർത്തിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ നന്നായിട്ട് ഇപ്പോൾ പൊടി ഇപ്പോൾ ചേർത്ത് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. നേരെ അതിനകത്തൊരു ബീട്രൂട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. ബീട്രൂട്ട് ആഡ് ചെയ്തിട്ട് എല്ലായിടത്തോട്ടും ബീട്രൂട്ടോട്ട് എല്ലായിടത്തോട്ടൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചേർത്ത എന്താ പറയുക ഇപ്പോൾ പൊടിയുടെയും പിന്നെ അതണക്ക് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയൊക്കെ അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് പെരണ്ട് വരണം അതിനകത്തോട്ടേക്കൊന്ന്. അപ്പോൾ അതിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും വേണം അതിനകത്തോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പർപ്പസിന് വേണ്ടിയാണ്. ഒന്ന്, ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്നാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് വഴന്ന് വരും. പിന്നെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്ത് നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിച്ചുണ്ടല്ലോ, വെള്ളം ചേർക്കാതെ തന്നെ ഈ കഷ്ണത്തിനകത്തുള്ള വെള്ളം ഇറങ്ങി ഉപ്പും കൂടെ ഇറങ്ങി നന്നായിട്ട് ഇത് വെന്ത് വരും. അച്ചാറായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഇത്ര ഉപ്പ് ചേർക്കുന്നത്. കൂടുതൽ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ വിനാഗിരിയുടെ നമ്മൾ ചേർക്കുന്നത് കൊണ്ട് തന്നെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റായിട്ട് ഇതിനകത്ത് ചേർന്നിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉപ്പ് ചേർക്കുന്നൊക്കെ കൂടിപ്പോയി അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കി ഇപ്പോൾ ചിലർക്ക് അച്ചാറിനാണെന്നുണ്ടെങ്കിലും കുറച്ചിങ്ങനെ പുളി കൂടുതൽ നിൽക്കുന്നതാണ് ഇഷ്ടം. നമ്മളിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ച് ഇപ്പോൾ ഒരു കറക്റ്റ് ഒരു 3 മിനിറ്റ് മതി. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ വഴന്ന് അതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങി ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റും വെള്ളമൊന്നും കാണുന്നില്ല, എണ്ണയൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് എന്തോരാണെന്നറിയിട്ട് കഷ്ണം എടുത്ത് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാം. എന്തോരാണെന്നറിയാൻ പറ്റും നമുക്ക്. ഇപ്പോൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഉപ്പെല്ലാം ഉണ്ട്, കറക്റ്റാണ്. ഇതിനകത്തോട്ടൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചതില്ല ആ വിനാഗിരി അതങ്ങ് ചേർത്ത് കൊടുക്കുക. വിനാഗിരി ചേർത്ത് കൊടുത്തതിന് ശേഷമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വിനാഗിരി നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഒത്തിരി ഒഴിച്ചു കൊടുക്കാനായിട്ട് നിൽക്കണ്ട. ഒത്തിരി വിനാഗിരിയുടെ ആ ഒരു പുളിയാണെന്നുള്ളതും ചേർന്ന് വരത്തില്ല. ഇപ്പം നമ്മുടെ അച്ചാർ ഇപ്പോൾ മിക്സായിട്ട് ഇത് കണ്ടമാനം വെച്ച് നമ്മൾ ഈ വെച്ച് തിളപ്പിക്കാനൊന്നും നിൽക്കണ്ട. ഈ ഒരു പരുവം തന്നെ ധാരാളം. അപ്പോൾ നിങ്ങളതൊക്കെ വീട്ടിൽ ചെയ്ത് നോക്കുക. ബീട്രൂട്ട് കൊണ്ട് പലതരത്തിലും ചെയ്യാമെന്നുണ്ടെങ്കിലും ഇത് വളരെ ടേസ്റ്റായിട്ടുള്ള ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളൊരു ഉറപ്പാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. ശ്രീസ് കിച്ചൺ വേർഡ് എന്നുള്ള ചാനൽ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് അറിയാനും മറ്റും വേണ്ടിയാണ്. അപ്പം വീണ്ടും ഒരു വിഭവമായി വീണ്ടും കാണാം.